അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം മറ്റൊരക്ഷരമാണ്. അഥവാ 30 പ്രതിഫലമാണ് അലിഫ് ലാം മീം എന്ന വാക്കിലൂടെ ലഭിക്കുന്നത് എന്നർത്ഥം. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ മഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുക എന്നത് അനിവാര്യമാണ് മുസ്ലിമിന് എന്ന കാര്യമാണ്. കാരണം ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കലാമാണ്. ആ ഖുർആനിന് മുസ്ലിമീങ്ങളായ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായ സ്ഥാനമുണ്ടാകണം, പദവിയുണ്ടാകണം, മഹത്വമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് അത് അയച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ എത്തിച്ചു തന്നിട്ടുള്ളത്. മൂന്നാമതായി പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഖുർആൻ പഠിക്കാനും ചിന്തിക്കാനുമുള്ളതാണ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മഹത്തായ തത്വങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതാ നാം നിനക്ക് അനുഗ്രഹീതമായ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. ലിയദബ്ബറു ആയാതി, അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ അവരുടെ ബുദ്ധി കൊടുത്ത് ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആലോചിക്കാൻ. അപ്പോൾ തദബ്ബുറും തദക്കുറും, ചിന്തയും ആലോചനയും പഠനവും മനനവും, അതാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ മുഖ്യ കാരണം, ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കണം. ഒരു മുസ്ലിം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവനതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആവണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് നാം അമൽ ചെയ്യണം എന്നതാണ്. പരിശുദ്ധ ഖുർആൻ നാം പ്രാവർത്തികമാക്കണം. കേവലം പാരായണമല്ല നമുക്കാവശ്യം. പരിശുദ്ധ ഖുർആൻ നാം പ്രാവർത്തികമാക്കണം. അതിലെ സ്വഭാവ ഗുണങ്ങളുള്ളവരായിരിക്കണം നാം. ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച്. അവർ പറഞ്ഞ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ് എന്നായിരുന്നു. അഥവാ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളിൽ, അദ്ദേഹത്തിന്റെ അനുവദനീയമായ കാര്യങ്ങളിൽ, നിഷിദ്ധമായ കാര്യങ്ങളിൽ, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം ഖുർആനിനെ അവലംബിച്ചിരുന്നു, ഖുർആനിനെ പ്രാവർത്തികമാക്കിയിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിന്റെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ എല്ലാം ഖുർആനായിരിക്കണം. അങ്ങനെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആനായിരിക്കണം. ആ രൂപത്തിലുള്ള ഒരു ബന്ധമാണ് മുസ്ലിമിന് ഖുർആനുമായി ഉണ്ടാകേണ്ടത്. അഞ്ചാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനുമായി നമുക്കുണ്ടായിരിക്കേണ്ട അഞ്ചാമത്തെ ബന്ധം ഖുർആനിലേക്ക് നാം മടങ്ങുക എന്നതാണ്. ഖുർആനിനെ നാം വിധികർത്താവായി സ്വീകരിക്കുക എന്നതാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും ഖുർആനിനെ വിധികർത്താവാക്കാൻ നമുക്ക് സാധിക്കണം. എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഖുർആനിലേക്ക് മടങ്ങാൻ നമുക്കാവണം. കാരണം ആ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ നന്മയുണ്ട്. ആ നന്മയാണ് പരിശുദ്ധ ഖുർആൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഖുർആൻ മിതത്വത്തോടുകൂടിയാണ്, നീതിയോടുകൂടിയാണ്, സമത്വത്തോടുകൂടിയാണ് സമൂഹത്തോട് സംവദിക്കുന്നത്. എന്തുമാത്രം ഉന്നതമായ ആവിഷ്കാരമാണ് ഖുർആൻ എന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനുള്ള സകല പ്രയാസങ്ങളിൽ നിന്നും, കുടുക്കുകളിൽ നിന്നും, ചങ്ങലക്കെട്ടുകളിൽ നിന്നും ഖുർആൻ മനുഷ്യനെ മോചിപ്പിക്കുന്നു. മുസ്ലിമീങ്ങൾ ഒന്നായി ഒന്നിച്ചു നിൽക്കാൻ ഖുർആൻ പ്രേരിപ്പിക്കുന്നു. ഇസ്ലാമിക സാഹോദര്യം
ഖുർആന്റെ ഏറ്റവും ഉന്നതമായ പ്രമേയമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, നിശ്ചയമായും സത്യവിശ്വാസികൾ സഹോദരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളിലും നമുക്ക് പരിഹാരം നൽകേണ്ടത് പരിശുദ്ധ ഖുർആനായിരിക്കണം. പരിശുദ്ധ ഖുർആന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് ഗമിപ്പിക്കേണ്ടത്. അങ്ങനെ ഖുർആൻ പറഞ്ഞ ഖൈറു ഉമ്മ, ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ആറാമത്തെ കാര്യം, ഖുർആൻ നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായ മുഴുവൻ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് എന്നതാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് കാരുണ്യവും ശമനവുമായി നാം ഇതാ ഖുർആനിനെ അവതരിപ്പിക്കുന്നു. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, അക്രമികൾക്ക്, പരിധിവിട്ടവർക്ക് ഈ ഖുർആൻ കൊണ്ട് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിക്കാനില്ല. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ, പറയൂ നബിയേ, ഈ പരിശുദ്ധ ഗ്രന്ഥം സത്യവിശ്വാസികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതും ശമനം നൽകുന്നതുമാണ്. അതെ, പരിശുദ്ധ ഖുർആൻ ശാരീരികവും മാനസികവുമായ മുഴുവൻ രോഗങ്ങൾക്കുമുള്ള ശമനമാണ്. ആ രൂപത്തിൽ ഖുർആനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ ഉപയോഗിച്ചുള്ള മന്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദതൈൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ സുന്നത്തിലുള്ളതുപോലെ പരിശുദ്ധ ഖുർആനിനെ ശിഫയായി കാണാൻ, ശമനമായി കാണാൻ നമുക്ക് സാധിക്കണം. അത് ഖുർആനിനോട് നാം നിർവഹിക്കേണ്ട ബാധ്യതയാണ്. ഏഴാമതായി, ഖുർആനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത് ആ ഖുർആനിനെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്. ഖുർആനിനെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള താക്കീതാണ്. നമുക്കറിയാം, ഖുർആനിനെ സമൂഹം പല നിലക്കും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനിൽ വിശ്വസിക്കുന്നതിൽ ഉപേക്ഷ വരുത്തുന്നവർ, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഉപേക്ഷ വരുത്തുന്നവർ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് ഉപേക്ഷ വരുത്തുന്നവർ, ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഉപേക്ഷ വരുത്തുന്നവർ, ഖുർആൻ ശിഫയാണ് എന്ന കാര്യത്തിൽ ഉപേക്ഷ വരുത്തുന്നവർ, ഇത്തരത്തിലുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനെ ജീവിതത്തിൽ നിന്ന് പാടെ ത്യജിക്കുന്ന മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും മുസ്ലിം ബദ്ധശ്രദ്ധനാകേണ്ടതുണ്ട്. സഹോദര, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥവുമായി ദിനേന അവന് ബന്ധമുണ്ടായിരിക്കണം. ദിനേന അവൻ ആ ഗ്രന്ഥത്തിൽ നിന്ന് ഒരല്പമെങ്കിലും പാരായണം ചെയ്യണം. ദിനേന അവൻ ഈ ഖുർആനിൽ നിന്ന് വല്ലതും പഠിക്കണം, ചിന്തിക്കണം. അതിലൂടെ മാത്രമേ മുസ്ലിമിന് സമാധാനം ലഭിക്കുകയുള്ളൂ, ഐശ്വര്യം ലഭിക്കുകയുള്ളൂ. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മനസ്സുകൾക്ക് ശാന്തി പകരും. എന്താണ് ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ? ഒന്നാമതായി അത് ഖുർആനാണ്. ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അഗാധമായി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനമുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റുകളിൽ ഏറ്റവും ഉത്തമമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്ർ അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ മനസ്സിന് സമാധാനമുണ്ടാകും. എട്ടാമതായി, നാം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാകണം എന്നതാണ്. നമ്മുടെ നേതാവാകണം ഖുർആൻ. നമുക്ക് ഏത് വിഷയങ്ങൾക്കും റഫറൻസിന് വേണ്ടി ചെല്ലാനുള്ള ഗ്രന്ഥമാകണം ഖുർആൻ.
കാരണം ആ ഖുർആനിലാണ് നന്മയുള്ളത്. നമ്മെ നയിക്കാൻ, നമുക്ക് നേതൃത്വം നൽകാൻ, നമുക്ക് നന്മ പകരാൻ പരിശുദ്ധ ഖുർആനിന് സാധിക്കും. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ നേതൃത്വം നൽകുന്നത്, മുഴുവൻ സമൂഹത്തിനും പരിശുദ്ധ ഖുർആൻ നേതൃത്വം നൽകുന്നു. മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് പോലും പരിശുദ്ധ ഖുർആൻ നിർദ്ദേശങ്ങൾ നൽകുന്നു, പരിശുദ്ധ ഖുർആൻ ഉപദേശങ്ങൾ നൽകുന്നു എന്നതാണ് സത്യം. കാരണം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് നന്മയെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് നീതിയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഭൂമുഖത്ത് നന്മ വളർത്താൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് സകല മേഖലകളിലും തുല്യനീതി കൈവരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവിധ ദുൽമകളും അക്രമങ്ങളും ഉയർത്തിക്കളഞ്ഞ് മനുഷ്യന് മഹത്വം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നന്മകളെയും സാക്ഷാത്കരിക്കുന്ന, എല്ലാ തിന്മകളെയും തടയുന്ന ശക്തിയുള്ള ഒരു ഗ്രന്ഥമെന്ന നിലക്ക്, ശക്തിയുള്ള അധ്യാപനങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന നിലക്ക് ഖുർആനിനെ ഇമാമാക്കാൻ, നേതാവാക്കാൻ, മാതൃകയാക്കാൻ, റഫറൻസ് ആക്കാൻ നമുക്ക് സഹോദരങ്ങളെ സാധിക്കേണ്ടതുണ്ട്. അവസാനമായി പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാനുള്ള പാത പരിശുദ്ധ ഖുർആനിനെ മാത്രമേ കാണിച്ചു തരാൻ സാധ്യമാകൂ എന്നതാണ്. ഖുർആനില്ലാതെ ഇസ്ലാമിനെ സ്നേഹിക്കാൻ ആർക്കും സാധ്യമല്ല. ഖുർആനിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ